ഈ പിണറായി വിജയൻ്റെ ഒരു നിത്യവിമർശകനാണ് ജയശങ്കർ. അദ്ദേഹം കുറച്ചും കൂടി ഹ്യൂമർ ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിയിട്ടോ? അത് മുള്ളുപൊരിക്കലിൽ നിന്ന് മുന്തിരിക്കപ്പഴം പറിക്കണം നമുക്ക് ആഗ്രഹിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആഗ്രഹങ്ങൾ അതിന് പ്രത്യേകിച്ച് നികുതിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ സാധിക്കില്ലല്ലോ. നയനാരെ സംബന്ധിച്ചിടത്തോളം നയനാരാണ്, അച്യുതാനന്ദനാണ്, പിണറായി വിജയനാണ്. ഇപ്പോൾ സത്യേട്ടൻ പറഞ്ഞ പോലെ പിണറായി വിജയൻ ഒരു ഇൻഡിവിജ്വാലിറ്റി ഉള്ള ആളാണ്. അദ്ദേഹത്തിൻ്റേതായ നിലപാടുകളിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന ആളാണ്. കാര്യങ്ങളൊക്കെ കട്ടൻ ഡ്രൈ ആയിട്ട് പറയുന്ന ആൾ. VS വേറൊരു രീതിയിലായിരുന്നു, നയനാർ തികച്ചും വ്യത്യസ്തമാണ്. പക്ഷേ നയനാർക്ക് കുറേ കൂടി ഒരു പോപ്പുലർ അപ്പീലുണ്ടായിരുന്നു. നയനാർ പറയുന്നത് സത്യമാണ് എന്ന് കേൾക്കുന്നവർക്ക് തോന്നും എന്ന് മാത്രമല്ല, അദ്ദേഹം തുറന്നടിച്ച പ്രകൃതക്കാരനാണ്. ഇപ്പോൾ നയനാർ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് പറയാൻ പറ്റില്ല, ആളുകൾ ഓടിച്ചിട്ടടിക്കും. മനസ്സിലായി? നയനാർ പറയുമ്പോൾ അത് നയനാരാണല്ലോ എന്ന് കരുതിയിട്ട് എതിർ പാർട്ടിക്കാരാണെങ്കിലും അതല്ല, മാധ്യമങ്ങളാണെങ്കിലും സാധാരണക്കാരാണെങ്കിലും ഒക്കെ അത് സഹിക്കുകയും പൊറുക്കുകയും രസിക്കുകയും അതിന് കൈയടിക്കുകയും ചെയ്യും. അപ്പോൾ നയനാർക്ക് അതിനുള്ള സിദ്ധി ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ജനങ്ങളുടെ ഒരു വലിയ സ്വീകാര്യതയുണ്ട്. ഇപ്പോൾ കേരളത്തിൽ EMS മുതൽക്ക് പിണറായി വിജയൻ വരെ ഇത്രയും മുഖ്യമന്ത്രിമാരുണ്ടെങ്കിൽ ജനങ്ങളാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെട്ട ആൾ നയനാരാണ്. ഉമ്മൻചാണ്ടിക്ക് പോലും ഇല്ലാത്ത വേറൊരു തലം പുള്ളിക്കുണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി കുറേ കൂടി ജനങ്ങളെ ചേർത്ത് നിർത്തി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് കൊണ്ടുപോകുന്ന ആളായിരുന്നു. അല്ലെങ്കിൽ വരുന്ന ആളുകളൊക്കെ കൂട്ടി വയ്പ്പിച്ചുകൊണ്ട്. പക്ഷേ അവർക്കും ഇല്ലാത്ത വേറൊരു തലം നയനാർക്കുണ്ട്. നയനാരുടെ പ്രസംഗം കേൾക്കാനായിട്ട് എതിർ പാർട്ടിക്കാരും എല്ലാവരും പോവും. അത് കേൾക്കും, ചിരിക്കും, രസിക്കും. ഞാൻ അവസാനം കേട്ട പ്രസംഗം ഇപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹം 2013 എറണാകുളത്ത് ജോർജ് ഈഡൻ മരിച്ചിട്ട് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആലുവയിൽ വന്ന് പ്രസംഗിച്ചു. ആലുവ റെയിൽവേ സ്റ്റേഷൻ മൈതാനിയിൽ വന്ന് പ്രസംഗിച്ചു. പിന്നീട് ആലുവയിൽ വന്നിട്ടില്ല, അത് അവസാനത്തെ വരെ. അന്ന് പ്രസംഗിച്ചു. ഞാൻ ദൂരെ നിന്ന് കേൾക്കുന്നു, ഏതോ ഒരാൾ ഇംഗ്ലീഷിൽ പ്രസംഗിച്ചു. ഇംഗ്ലീഷ് പറയാനാണ്. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ ദേശീയ നേതാക്കന്മാരൊക്കെ വരാൻ തുടങ്ങിയെന്ന് വിചാരിച്ചു. ഇതാരാണെന്നൊന്ന് അറിയണമെന്ന് വെച്ച് ജനത്തിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ തിക്കി ഞെരിക്കി ഫ്രണ്ടിൽ ചെല്ലുമ്പോൾ നയനാർ അന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് വായിക്കും. ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന ഒരു വാർത്ത, അത് കോൺഗ്രസിൻ്റെ എതിരായിട്ടുള്ള എന്തോ ആണ്, അത് വായിക്കും. അപ്പോൾ നയനാർ ഇംഗ്ലീഷ് പറയുന്നതാണ് എന്നപ്പോൾ മനസ്സിലായി. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടവിടെ നിൽക്കുകയാണ്. 1.5 മണിക്കൂർ അദ്ദേഹം പ്രസംഗിച്ചു. ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ, പ്രസംഗം തുടങ്ങുമ്പോഴത്തെ അന്തരീക്ഷമല്ല കാര്യം, അദ്ദേഹം ഒരുപാട് തമാശയൊക്കെ പറഞ്ഞെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ ഉണ്ടാക്കിയ മാറ്റം അഭൂതപൂർവമായിരുന്നു. കാരണം ആ പ്രസംഗത്താൽ ജനങ്ങളങ്ങോട്ട് അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ മുഴുവനും അതിൽ ലയിച്ചു പോയി എന്നല്ല, അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അക്ഷരം പ്രതി അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക്. ഞാനൊക്കെ കുറേ കൂടി ഡിറ്റാച്ചഡായിട്ടെന്ന് കേൾക്കുന്ന ആളായതുകൊണ്ട് അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ സാധാരണക്കാരങ്ങനെയല്ലോ, അവരിതിനാൽ ഇങ്ങനെ ആവാഹിക്കപ്പെട്ടു എന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു വാഗ്മി, അതായത് വാഗ്മി എന്നൊക്കെ വിളിക്കാമെന്ന് അറിയില്ലെങ്കിൽ, വാഗ്മി എന്ന് നമ്മൾ വിളിക്കുന്ന സാറിന് ഈ സുകുമാർ അഴീക്കോടിനെയൊക്കെയാണ്. പക്ഷേ നയനാറിന് സംസാരത്തിൻ്റെ പ്രത്യേകത അതാണ്. അദ്ദേഹത്തിന് യാതൊരു കാപട്യവുമില്ല, കന്മഷവുമില്ല. ആളുകൾ അത് സ്വീകരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു സ്വീകാര്യത അദ്ദേഹത്തിനുണ്ടായിരുന്നു. മറ്റു പലർക്കും ഒന്നും എല്ലാവർക്കും സ്വീകാര്യത ഉണ്ടാവില്ല. പിന്നെ എല്ലാം നായനാർമാരായി പോയത്. പിന്നെ ഏത് കാര്യത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ സ്വന്തം അഭിപ്രായമുണ്ട്. ഇപ്പോൾ കെ കരുണാകരൻ മുമ്പിൽ പൈലറ്റും പുറകിൽ എസ്കോർട്ടുമായിട്ട് പോയിരുന്നു. നായനാർ വന്നപ്പോൾ ആദ്യം തന്നെ ഇത് രണ്ടും ഒഴിവാക്കി. എന്നിട്ട് പറഞ്ഞു, നമുക്ക് എന്തിനാടോ എസ്കോർട്ട്? നമ്മുടെ എസ്കോർട്ട് എന്ന് പറയുന്നത് നാട്ടുകാരാണ്. ഇത്ര ആളുകൾ എനിക്കിവിടെ എസ്കോർട്ടായിട്ടുള്ളപ്പോൾ പിന്നെ പോലീസ് എസ്കോർട്ടിന് കാര്യമുണ്ട് എന്ന് ചോദിച്ചു. സത്യം ഇപ്പോഴൊന്നും ആലോചിച്ച് നോക്കി, ഇപ്പോഴത്തെ സ്ഥിതി എന്താ? 40 വാഹനങ്ങളാണ്. ഇല്ല, കറുത്ത തൂവാല പോക്കറ്റിലിട്ട് നടന്ന പോലീസ് പിടിച്ചിട്ടു പോകും. ആ അവസ്ഥയിലേക്ക് എത്തിയില്ല. അപ്പോൾ കാലം മാറി എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. ആംബുലൻസ്, ഫയർ എഞ്ചിൻ, ഈ ഇതുപോലെ സെക്യൂരിറ്റി ഉള്ള ഒരാളേ ഉള്ളൂ ലോകത്താരെന്ന് പറയുമ്പോൾ. ഉഗാണ്ടയിൽ മുസാബിനി എന്ന് പറഞ്ഞ ഒരു ഏകാധിപതിയാണ്. അയാൾക്ക് റോഡിലിറങ്ങിയെടുക്കാൻ പേടിക്കും. പുള്ളിക്ക് കവർ ചെയ്ത വാഹനങ്ങൾ, പാറ്റൻ ടാങ്കൊക്കെയാണ് അകമ്പടി സേവിക്കും. പക്ഷേ ഇത്ര നമ്പറില്ല കേട്ടോ, 40 പുള്ളിക്കുമില്ല. ഞാനത് സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചാണ്. ഞാൻ ആഫ്രിക്കയിലുള്ള എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചു, ടാൻസാനിയയിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു. പുള്ളി ടാൻസാനിയയിൽ ഇത്രയൊന്നുമില്ല, 3-4 വണ്ടിയൊക്കെ ഉള്ളൂ. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ ആൾ ഈ പാലക്കാട്ടുകാരനായ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സുഹൃത്താണ്. പുള്ളി ഇതിനു മുമ്പ് ഉഗാണ്ടയിലായിരുന്നു. പുള്ളി പറഞ്ഞു, ഞാനൊന്ന് അന്വേഷിച്ചിട്ട് ഉഗാണ്ടയിൽ കാണണം എന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞു, ഉഗാണ്ടയിൽ ഇതുപോലെ സെക്യൂരിറ്റി 40 മാത്രമല്ല, ഈ കവർ ചെയ്ത വാഹനങ്ങൾ, പട്ടാള വാഹനങ്ങളുടെ അകമ്പടി കൂട്ടാണ് ഇദ്ദേഹം. പാറ്റൻ ടാങ്ക് എന്തിയ അല്ല മറ്റേ സ്റ്റെൻഗണ്ണ് എന്തിയ പട്ടാളക്കാരാണ് മുമ്പിലും പുറകിലും എസ്കോർട്ട്. മുസാബിനി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഇദ്ദേഹം ഒരു കേരള മുസാബിനിയാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഒരു ഉഗാണ്ടൻ പിണറായിയാണ്.